ഹലോ നമസ്കാരം, എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നെസ്റ്റഡ് ഈഫ് എന്ന ഫോർമുലയെ കുറിച്ചാണ്. എക്സലിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഈഫ്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഈഫിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ഫോർമുലയാണ് നെക്സ്റ്റഡ് ഈഫ്. ഈ നെക്സ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഈഫിൻ്റെ ഉള്ളിൽ മറ്റൊരു ഈഫ് വരുന്നതിനാണ് നെക്സ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. അതായത് ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് നെക്സ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നെക്സ്റ്റഡ് ഈഫ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫോർമുല ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വർക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. ഇവിടെ കുറച്ച് കുട്ടികളെ പേര് തന്നിട്ടുണ്ട്, അവർക്ക് എത്രയാണ് ടോട്ടൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഏണിട്ടുണ്ട്, എത്ര മാർക്ക് കിട്ടിയെന്നും അവർക്ക് ഏതാണ് ഗ്രേഡ് കിട്ടിയെന്നുള്ളതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ ഗ്രേഡ് എങ്ങനെയാണ് കാണേണ്ട ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് പെർസെൻറ്റേജ്, അതായത് നമുക്ക് ആ ടോട്ടൽ നമ്പേഴ്സ് എന്നുള്ളത് 80ൻ്റെ മുകളിലാണെങ്കിൽ അവർക്ക് എ ഗ്രേഡും, 60ൻ്റെ മുകളിലാണെങ്കിൽ ബി ഗ്രേഡും, 40ൻ്റെ മുകളിലാണെങ്കിൽ സി ഗ്രേഡും, 20ൻ്റെ മുകളിലാണെങ്കിൽ ഡി ഗ്രേഡും, 20ൻ്റെ താഴെയാണെങ്കിൽ ഫെയിൽഡ് ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ വന്ന് ഈക്വൽ ടു ഇടുക, അതിനുശേഷം ഈഫ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ മാർക്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. ആ മാർക്ക് 80 അതിൻ്റെ മുകളിലോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എ എന്ന് പ്രിൻറ്റ് ചെയ്യണം. വീണ്ടും നമ്മളിവിടെ വന്ന് കോമ ഇട്ട് കൊടുക്കുക, ഈഫ് ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ മാർക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 അതിൻ്റെ മുകളിലോ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ബി എന്ന് പ്രിൻറ്റ് ചെയ്യണം. വീണ്ടും ഇവിടെ വന്ന് കോമ ഇട്ട് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ മാർക്ക് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 അതിന് മുകളിലോ ആണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ വന്ന് സി എന്ന് പ്രിൻറ്റ് ചെയ്യണം. അതിനുശേഷം വീണ്ടും കോമയുടെ ഈഫ് ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ മാർക്ക് സെലക്ട് ചെയ്യുക. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. അപ്പോൾ 20 അതിന് മുകളിലോ ആണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ വന്ന് ഡി എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ 80ൻ്റെ മുകളിലാണെങ്കിൽ എയും, 60ൻ്റെ മുകളിലാണെങ്കിൽ ബിയും, 40ൻ്റെ മുകളിലാണെങ്കിൽ സിയും, 20ൻ്റെ മുകളിലാണെങ്കിൽ ഡിയും കിട്ടണം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ, അതായത് എയും ബിയും സിയും ഡിയും അല്ലെങ്കിൽ നമുക്ക് അതർവൈസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫെയിൽഡ് എന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മുകളിലുള്ള കണ്ടീഷൻസുകളൊക്കെ തെറ്റാണെങ്കിൽ ഇതിലുള്ള ഈ ഫെയിൽഡ് എന്നുള്ള വാല്യൂ ആയിരിക്കും അവിടെ പ്രിൻറ്റ് ചെയ്ത് തരിക. ഇനി എത്ര ബ്രാക്കറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരുന്നത് അത് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഇനി ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ഒരു എറർ കാണിക്കും, അത് കറക്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ അതിൽ എസ് അമർത്തിയാൽ മതി. ഇനി ഇവിടെ വന്ന് എൻ്റർ അടിച്ചാൽ അതിനനുസരിച്ച് ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മാർക്ക് 92 ആയതുകൊണ്ട് നമുക്കതിന് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഗ്രേഡ് ഓരോ കുട്ടികൾക്കും കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഗ്രേഡ് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.